Hello, welcome back to our channel Teachers Thought. NIOS Higher Secondary English First Lesson Second Section ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് കയ്യിൽ വെച്ചതിന് ശേഷം വേണം ഈ ക്ലാസ് കേൾക്കാനായിട്ട്. ഈ സെക്ഷനിൽ പറയുന്നത് സുനിൽ ഗവാസ്കർ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് കളി ആരംഭിച്ചതെന്നും ആരൊക്കെയാണ് അദ്ദേഹത്തെ കളിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ടാലൻറ്റ് വളർത്തിയെടുക്കാനായിട്ട് സഹായിച്ചതെന്നുമാണ്. ഓക്കെ, മൈ മോസ്റ്റ് വിവിഡ് റികളക്ഷൻ ഓഫ് മൈ ചൈൽഡ്ഹുഡ് ക്രിക്കറ്റ് പ്ലേയിങ് ഡേയ്സ് ഈസ് ദ ടൈം ഐ ഓൾമോസ്റ്റ് ബ്രോക്ക് മൈ മദേഴ്സ് നോസ്. ഷീ യൂസ്ഡ് ടു ബൗൾ ടു മീ ഇൻ ദ സ്മോൾ ഗാലറി ഓഫ് അവർ ഹൗസ് വെയർ വി പ്ലേഡ് അവർ ഡെയിലി മാച്ച് വിത്ത് എ ടെന്നീസ് ബോൾ. Since the area was small, she would kneel to bowl, or rather lob the ball to me. I hit one straight back and caught her bang on the nose, which started bleeding. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം, സുനിൽ ഗവാസ്കറിൻ്റെ കുട്ടിക്കാലത്തെ ഉജ്ജ്വലമായി നിൽക്കുന്ന ഓർമ്മകളിൽ തെളിഞ്ഞു നിൽക്കുന്നത് അമ്മയുമായിട്ടുള്ള ഡെയിലി മാച്ചാണ്. അപ്പോൾ അവരുടെ വീടിൻ്റെ ചെറിയ ഗാലറിയിൽ നിന്നാണ് കളിച്ചിരുന്നത് എന്നും ആ ഏരിയ വളരെ ചെറുതായിരുന്നത് കൊണ്ട് അല്പം കുനിഞ്ഞാണ് അമ്മ ബോൾ ചെയ്തിരുന്നതെന്നുമാണ് പറയുന്നത്. പക്ഷേ സുനിൽ ഗവാസ്കർ സ്ട്രെയിറ്റ് ആയിട്ട് ബാക്കിലേക്ക് അടിച്ചതുകൊണ്ട് അമ്മയുടെ മൂക്കിൽ തട്ടുകയും മൂക്കിൽ നിന്ന് ബ്ലീഡിങ് ആരംഭിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. Okay, although it was a tennis ball, the distance between the two of us was very short, which accounts for the force with which the ball hit her. I was frightened, but she struggled it off, washed her face, and as the bleeding stopped, we continued the game. But for the rest of the day, it was only forward defense for me. I restrained myself and played no attacking shoot. ഇപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്, അപ്പോൾ അതൊരു ചെറിയ ടെന്നീസ് ബോൾ ആയിരുന്നെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവായിരുന്നത് കൊണ്ട് സാമാന്യം ശക്തിയായി തന്നെ അമ്മയുടെ മൂക്കിൽ വന്ന് കൊള്ളുകയും ബ്ലീഡിങ് വരികയും ചെയ്തു. പക്ഷേ അമ്മ അത് സീരിയസ് ആയി എടുക്കാതെ ഫേസ് വാഷ് ചെയ്ത് ബ്ലീഡിങ് നിന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും കളി തുടരുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ കളികൾ അദ്ദേഹം വളരെ ശ്രദ്ധിച്ചിരുന്നു എന്ന് പറയുന്നു. ദാറ്റ് മീൻസ് കളിക്കുമ്പോൾ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാകാൻ ശ്രദ്ധിച്ചിരുന്നു എന്ന്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് ഓൺലി നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹൗ ഡിഡ് സുനിൽ ഗവാസ്കർ ബ്രേക്ക് ഹിസ് മദേഴ്സ് നോസ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ പ്രതീക്ഷിക്കാവുന്നത്. അതിൽ ആൻസർ ആ പാരഗ്രാഫിൽ തന്നെയുണ്ട്. അതായത് ഹി ഹിറ്റ് വൺ സ്ട്രെയിറ്റ് ബാക്ക് ആൻഡ് കോട്ട് ഹെയർ ബാങ് ഓൺ ദ നോസ് വിച്ച് സ്റ്റാർട്ടഡ് ബ്ലീഡിങ്. അത് വേണമെങ്കിൽ എഴുതാം, അതല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ വളരെ സിമ്പിളായിട്ടൊരു ആൻസർ കൊടുത്തിട്ടുണ്ട്, അത് എടുത്തെഴുതിയാലും മതി. ഇവിടെ നമുക്ക് വേർഡ് മീനിങ് ശ്രദ്ധിക്കാനുള്ളത്, ഒന്ന് വിവിഡ് ആണ്, വിവിഡ് മീൻസ് ക്ലിയർ. പിന്നെ മറ്റൊന്ന് റെസ്ട്രെയിൻഡ്, റെസ്ട്രെയിൻഡ് മീൻസ് കൺട്രോൾഡ്. അപ്പോൾ ഈ രണ്ട് വേർഡ് മീനിങ് ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് പാരാഗ്രാഫ്. ക്രിക്കറ്റ് ടു യൂസ് എ ക്ലീൻ ഈസ് ഇൻ മൈ ബ്ലഡ്. മൈ ഫാദർ വാസ് എ ഗുഡ് ക്ലബ് ക്രിക്കറ്റർ ഇൻ ഹിസ് ഡേയ്സ് and a keen student of the game. Even now we have interesting discussions on various aspects of the game, and I have found his advice invaluable in the development of my career. അപ്പോൾ ഇവിടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരുന്നതാണ് ക്രിക്കറ്റ് എന്നാണ്. അപ്പോൾ അതായത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് എന്നുള്ള ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. അതിനെ പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ് സുനിൽ ഗവാസ്കറിൻ്റെ ഫാദർ നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹവുമായിട്ട് പല കാര്യങ്ങളെക്കുറിച്ച്, ക്രിക്കറ്റിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ച്, പല സാധ്യതകളെക്കുറിച്ച് പലപ്പോഴും അവർ ഡിസ്കസ് ചെയ്യുമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കാരിയർ ഡെവലപ്മെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഈ അച്ഛൻ്റെ അഡ്വൈസ് വളരെ വാല്യുബിളായിട്ട് അദ്ദേഹത്തിന് തോന്നിയിരുന്നു എന്നുമാണ് പറയുന്നത്. And I have already said I have had the privilege of having a cricketing mother who helped me to take the first steps in the game I have come to love. My uncle Madhav Mandri, who played for India in 4 official tests, though not very successfully, was a force to reckon with in first class game.
പിന്നെ പറയുന്നത് ഇപ്പോൾ അച്ഛൻ മാത്രമല്ല, അപ്പോൾ ഹെറിഡിറ്ററി ആയിട്ട് അദ്ദേഹത്തിന് കിട്ടിയതാണ് എന്ന് പ്രൂവ് ചെയ്യുന്നതിൽ ഫസ്റ്റ് പറഞ്ഞത് എന്താണ്, അദ്ദേഹത്തിൻ്റെ ഫാദർ അല്ലേ, ഫാദർ നല്ലൊരു ക്ലബ് ക്രിക്കറ്റർ ആയിരുന്നു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അമ്മ ക്രിക്കറ്റിൽ എപ്പോഴും സഹായിക്കുമായിരുന്നു എന്ന്. അപ്പോൾ അമ്മയാണ് ശരിക്കും ക്രിക്കറ്റിൻ്റെ ആദ്യ സ്റ്റെപ്പ് വയ്ക്കാനായിട്ട് സുനിൽ ഗവാസ്കറിനെ സഹായിച്ചത്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ആരാണ്, അങ്കിളാണ്, അങ്കിൾ മാധവ് മന്ത്രി. അപ്പം അങ്കിളും നല്ലൊരു ക്രിക്കറ്ററായിരുന്നു. അപ്പോൾ അദ്ദേഹവും ക്രിക്കറ്റ് കളിക്കുന്നതിൽ സുനിൽ ഗവാസ്കറിനെ ഇൻസ്പിറേഷൻ കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്കിള് അത്ര വലുതായിട്ടൊന്നല്ലെങ്കിലും ഇന്ത്യക്ക് വേണ്ടിയിട്ട് 4 ഒഫീഷ്യൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളും കൂടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹവും സുനിൽ ഗവാസ്കറിൻ്റെ കളിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയർ ഡെവലപ്മെൻറ്റിൽ വളരെ വലിയ ഹെൽപ്പാണ് ചെയ്തിട്ടുള്ളത്. Okay. Whenever I went to my uncle's house, my favorite pastime used to be to take out his pullovers and caress them with a sense of longing. I was so attracted by the India Test pullovers that once I even dared to ask him if I could take one since he had so many. അപ്പോൾ ഇവിടെ പറയുന്നത്, എപ്പോഴൊക്കെ അങ്കിളിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ പുള്ളോവർ സുനിൽ ഗവാസ്കറിനെ വളരെയധികം അട്രാക്റ്റ് ചെയ്യുകയും അതിനെടുത്ത് വളരെ ആഗ്രഹത്തോടു കൂടി അതിനെടുത്ത് തലോടുകയും ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു ദിവസം അതിലൊരെണ്ണം ചോദിക്കുകയും ചെയ്തു എന്ന്. അപ്പോൾ അങ്കിളിന് ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ട് അതിലൊന്ന് തരുമെന്നായിരുന്നു, അല്ലെങ്കിൽ തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാണ് ആര് ചിന്തിച്ചിരുന്നത്, സുനിൽ ഗവാസ്കർ ചിന്തിച്ചിരുന്നത്. Okay, whenever I went to my uncle's house, my favorite pastime used to be take out his pullovers and caress them with a sense of longing. I was so attracted by the India Test pullovers that once I even dared to ask him if I could take one since he had many. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ ഒരെണ്ണം എടുത്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം ചോദിച്ചത്. But my uncle told me that one has to sweat and earn the India colors, and I too should work hard to earn the distinction. പക്ഷേ അങ്കിള് അതങ്ങനെ ചോദിച്ചപ്പോൾ കൊടുക്കല്ല ചെയ്തത്. അപ്പോൾ അങ്കിൾ എന്താണ് അതിന് മറുപടി പറഞ്ഞത്, അതായത് ഓരോന്നും അവനവൻ തന്നെ അധ്വാനിച്ച് നേടണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പുള്ളോവർ അല്ലാതെ കുട്ടിക്ക് കൊടുക്കാമെന്ന് ഒരിക്കലും ചിന്തിച്ചില്ല. അപ്പോൾ അങ്കിള് നല്ലൊരു ലെസണാണ് ഇവിടെ സുനിൽ ഗവാസ്കറിനെ പഠിപ്പിച്ചത്. അതൊരിക്കലും അദ്ദേഹം മറക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എ ലെസൺ ഐ ഹാവ് നെവർ ഫോർഗോട്ടൺ. ആ ഒരു ലെസൺ ഒരിക്കലും അദ്ദേഹം മറക്കില്ല. അതായത് എന്ത് നേടുകയാണെന്നുണ്ടെങ്കിലും അത് അവനവൻ തന്നെ വിയർപ്പ് ഒഴുക്കി നേടണമെന്നാണ് ഇവിടെ അങ്കിള് പറഞ്ഞിരുന്നത്. ലുക്കിംഗ് ബാക്ക്, ഐ ആം ഗ്ലാഡ് ദാറ്റ് മൈ അങ്കിൾ ഡിഡ് നോട്ട് സസം ടു മൈ ചൈൽഡിഷ് ഫാൻസി ആൻഡ് ഇൻസ്റ്റഡ് ടോട്ട് മീ ദാറ്റ് ദർ വാസ് നോ ഷോർട്ട് കട്ട് ടു ദ ടോപ്പ്. ഇപ്പോൾ ഞാൻ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ അങ്കിളിനോടാണ് കടപ്പെട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. കാരണം ഒരു കുട്ടിയുടെ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് അതായത് ചോദിച്ചപ്പോൾ പുള്ളോവർ ചോദിച്ചപ്പോൾ കൊടുക്കാതിരുന്നുകൊണ്ട് അത് നന്നായിട്ട് അധ്വാനിച്ച് നേടണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെസൺ, ആ ഒരു പാഠം അത് അദ്ദേഹം എപ്പോഴും ഇപ്പോൾ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം അതാണ് ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നത് എന്താണ്, എന്നിലെ കുട്ടിത്തത്തിന് മുന്നിൽ കീഴടങ്ങാതിരുന്ന അങ്കിൾ, അതുപോലെ വിജയത്തിലേക്ക് നടന്നു കയറാൻ ഷോർട്ട് കട്ടൊന്നും ഇല്ല എന്നും ഹാർഡ് വർക്ക് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും എല്ലാം ബോധ്യപ്പെടുത്തി കൊടുത്തത് അങ്കിളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ വളരെ വലിയ ഒരു ഇൻസ്പിറേഷനായിരുന്നു സുനിൽ ഗവാസ്കറിന് ഉണ്ടായിരുന്നത്. I was also fascinated by the many souvenirs he had and the large number of trophies he had won. What I liked most was the stamp bearing the autographs of the 1952 India and England teams, and I loved to linger over the autograph of every player. അതേപോലെ തന്നെ
പിന്നീട് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുണ്ടായിരുന്നത് അങ്കിളിന് ലഭിച്ചിരുന്ന നിരവധി സോവനേഴ്സ് ആയിരുന്നു കൂടുതലായിട്ട് സുനിൽ ഗവാസ്കറിനെ ആകർഷിച്ചിരുന്നത്. അതിലേറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് 1952 ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീമിൻ്റെ ഓട്ടോഗ്രാഫ് അടങ്ങിയ സ്റ്റമ്പായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്ലഡിൽ അലിഞ്ഞ് ചേർന്നിരുന്നു എന്നുള്ളതിൻ്റെ തെളിയിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഫാദർ ആണെങ്കിലും അമ്മയാണെങ്കിലും അതുപോലെ തന്നെ അങ്കിളാണെങ്കിലും വളരെ നന്നായിട്ട് അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് ക്രിക്കറ്റ് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എന്താ പറയുന്നത്, ക്രിക്കറ്റ് ടു യൂസ് എ ക്ലീൻസ് ഇൻ മൈ ബ്ലഡ് എന്നാണ് പറയുന്നത് അല്ലേ. ക്രിക്കറ്റ് എൻ്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഈ പാരഗ്രാഫിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, വാട്ട് ഡിഡ് ദ ഓതർ റിമെമ്പർ ഫ്രം ഹിസ് ഗോൾഡൻ ചൈൽഡ്ഹുഡ് ഡേയ്സ് റിഗാർഡിങ് ഹിസ് പ്ലേയിങ്? ഈ പാരഗ്രാഫിൽ നിന്ന് വരുന്ന മെയിനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഓതർ വാണ്ട് ടു സേ ബൈ ക്രിക്കറ്റ് ഇൻ മൈ ബ്ലഡ്? അതായത് ക്രിക്കറ്റ് എൻ്റെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിലൂടെ എന്ത് പറയാനാണ് ഇവിടെ ഓതർ ആഗ്രഹിക്കുന്നത് എന്നാണ്. He means that he was encouraged for taking interest in cricket by his father, mother and his uncle. അപ്പോൾ അദ്ദേഹം ഇവിടെ ക്രിക്കറ്റിൽ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത് ആരൊക്കെയാണെന്ന് പറയുന്നു? ഫാദർ, മദർ ആൻഡ് ഹിസ് അങ്കിൾ. അപ്പോൾ ഇവർ 3 പേരും ക്രിക്കറ്റിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു വേർഡിലൂടെ. അതായത് ഏത് വേർഡിലൂടെയാണ്? ക്രിക്കറ്റ് ഇൻ മൈ ബ്ലഡ് എന്ന് പറയുന്നതിലൂടെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ വാസ് ഹിസ് ഫാദർ ഇൻവോൾവ്ഡ് ടു മേക്ക് ഓതർ എ ഗുഡ് ക്രിക്കറ്റർ? എങ്ങനെയാണ് ഒരു ഗുഡ് ക്രിക്കറ്റർ എന്നുള്ള രീതിയിൽ ഫാദർ കുട്ടിയുടെ ജീവിതത്തിൽ ഇൻവോൾവ് ചെയ്തത്? As his father was a good cricketer in those days, he always got valuable advices to develop his career as a cricketer. അപ്പോൾ ഒരു ക്രിക്കറ്റർ എന്നുള്ള രീതിയിൽ ടാലൻറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെ വാല്യുബിൾ ആയിട്ടുള്ള അഡ്വൈസസ് ഒക്കെയും എവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്? ഫ്രം ഹിസ് ഫാദർ. ദെൻ ഹൂ വാസ് മാധവ് മന്ത്രി? ആരാണ് മാധവ് മന്ത്രി എന്ന് ചോദിക്കുന്നത്. മാധവ് മന്ത്രി വാസ് ഓതേഴ്സ് അങ്കിൾ. ഓക്കെ. ദെൻ വാട്ട് വാസ് ദ ടോപ്പിക് ഓഫ് ദെയർ ഡിസ്കഷൻസ്? അപ്പോൾ അവർ ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. ദേ ഓൾവേസ് ഹാവ് ഡിസ്കഷൻസ് ഓവർ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ദ ഗെയിം. അപ്പോൾ അവർ ഗെയിമിൻ്റെ വേരിയസ് ആസ്പെക്ട്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഹൗ വാസ് ഹിസ് അങ്കിൾ ആഡഡ് എ ഹെൽപ്പ് ടു ഓതർ? എങ്ങനെയാണ് അങ്കിൾ ഓതറിനെ ഹെൽപ്പ് ചെയ്തിരുന്നത്? His uncle always taught him that there was no shortcut to the top. അതായത് ടോപ്പിലേക്ക് എത്താനായിട്ട് ഷോർട്ട് കട്ട് ഒന്നുമില്ല, എളുപ്പവഴികളൊന്നുമില്ല എന്നുള്ള വളരെ നല്ല ഒരു പാഠം പഠിപ്പിച്ചുകൊണ്ടാണ് അങ്കിള് അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഡിഡ് ഗവാസ്കർ ലൈക്ക് ടു ഡു വെനെവർ ഹി വെൻറ്റ് ടു ഹിസ് അങ്കിൾ ഹൗസ്? എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ എന്താണ് അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ സുനിൽ ഗവാസ്കർ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ദ ഓതർ ലവ്ഡ് ടു ടേക്ക് ഔട്ട് ഹിസ് അങ്കിൾസ് ഇന്ത്യ ടെസ്റ്റ് പുള്ളോവേഴ്സ്. അപ്പോൾ അങ്കിളിൻ്റെ ഇന്ത്യ ടെസ്റ്റിൽ ഉപയോഗിച്ചിരുന്ന പുള്ളോവേഴ്സ് ആയിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. വാട്ട് വാസ് ഹിസ് അങ്കിൾസ് ടീച്ചിങ്? എന്തായിരുന്നു അങ്കിൾ ഇവിടെ പഠിപ്പിച്ചൊരു പാഠം എന്നാണ് ചോദിക്കുന്നത്. ഹിസ് അങ്കിൾ ടോട്ട് ഗവാസ്കർ ടു വർക്ക് ഹാർഡ് ഫോർ ദ ഡിസ്റ്റിങ്ഷൻ. അതായത് നന്നായിട്ട് വർക്ക് ചെയ്ത് ടോപ്പിലേക്ക് എത്താനായിട്ടാണ് ഇവിടെ അങ്കിൾ പഠിപ്പിച്ചത്. ഹി ടോട്ട് ദാറ്റ് ദർ വാസ് നോ ഷോർട്ട് കട്ട് ടു ദ ടോപ്പ്. അല്ലേ, ടോപ്പിലേക്ക് എത്താനായിട്ട് ഷോർട്ട് കട്ടൊന്നും ഇല്ല എന്നും കൂടെ പഠിപ്പിച്ചു. വാട്ട് ഡിഡ് ദ ഓതർ ലൈക്ക് മോസ്റ്റ്? എന്താണ് ഓതർ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നത്? The author liked stamps bearing the autographs of the 1952 ഇന്ത്യ ഇംഗ്ലണ്ട് ടീംസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് എന്താണ്? ഒരു ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ കളിച്ചിരുന്ന ആ ടീമിൻ്റെ ഓട്ടോഗ്രാഫ് അടങ്ങിയ സ്റ്റംസാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾ നന്നായിട്ട് ഈ ക്വസ്റ്റ്യൻസൊക്കെ വീണ്ടും വീണ്ടും വായിച്ച് പഠിക്കണം. ഓക്കെ. ദെൻ നെക്സ്റ്റ് പാര,
Right from the beginning, I wanted to become a batsman and I hated losing my wicket. This became such an obsession with me that if the rest of the boys ever got me out, I would fight and eventually walk home with the bat and the ball. This would bring the game to an abrupt end since nobody else had a ball or a bat. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിന് ആരംഭത്തിൽ തന്നെ ഒരു ബാറ്റ്സ്മാൻ ആകണമെന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ക്യാരക്ടറായിരുന്നു ഒരിക്കലും തോൽക്കാനായിട്ട് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന്. അതായത് ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു തരത്തിലുള്ള ഒരു ആസക്തിയായിട്ട് മാറുകയും കൂടെയുള്ള കുട്ടികൾ ഇപ്പോൾ കളിയിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവരോട് വഴക്കിട്ട് ബാറ്റും ബോളും ഒക്കെ എടുത്ത് വീട്ടിൽ പോകുന്ന പറയുന്നത്. അപ്പോൾ വേറെ കുട്ടികളുടെ കയ്യിലൊന്നും ഈ ബാറ്റും ബോളും ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അത് ആ കളി പെട്ടെന്ന് അവിടെ അവസാനിപ്പിക്കാനായിട്ട് കാരണമായി തീർന്നിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടി ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ, സുനിൽ ഗവാസ്കർ കളിയിൽ തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ദേഷ്യപ്പെട്ട് ആളുടെ തന്നെ, അതായത് സുനിൽ ഗവാസ്കറിൻ്റെ തന്നെയാണ് ബാറ്റും ബോളും, അതൊക്കെ എടുത്ത് വീട്ടിൽ പോകും. അപ്പോൾ കൂടെ കളിക്കുന്ന കുട്ടികളുടെ കയ്യിൽ ബാറ്റും ബോളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ അബ്രപ്റ്റായിട്ട് ആകസ്മികമായിട്ട് കളി അവിടെ നിർത്തേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഓക്കെ. The boys cursed and called me names, but the tension did not last long and we generally got on വെരി വെൽ. അപ്പോൾ പക്ഷേ കൂട്ടുകാർ സുനിൽ ഗവാസ്കറിനെ ഇങ്ങനെ ബോളും ബാറ്റൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ പല രീതിയിലും പല പേരുകൾ വിളിക്കുകയും അതുപോലെ തന്നെ ശാപവാക്ക് പറയുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അധിക നേരം അല്ലെങ്കിൽ അധിക സമയം ആ വഴക്ക് നീണ്ടു നിൽക്കാതെ ഞങ്ങൾ വീണ്ടും കളിക്കുമായിരുന്നു എന്ന് പറയുന്നു. Among these early comrades with whom I played were the Ambai brothers and the Manderkar brothers and several others who made up our team. അതുപോലെ തന്നെ കളിച്ചുകൊണ്ടിരുന്ന ഈ ആദ്യകാല സുഹൃത്തുക്കളിലെ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു ആരൊക്കെ? അംബായി ബ്രദേഴ്സ്, മാൻഡേക്കർ ബ്രദേഴ്സ്, അതുപോലെ തന്നെ ടീമിലെ മറ്റ് നിരവധി പേരും അവരുടെ ആദ്യ കാലഘട്ടത്തിലെ കളിയിൽ ഉൾപ്പെട്ടിരുന്നുവെന്നാണ് പറയുന്നത്. Whenever I batted, they would decide beforehand that they would appeal at a particular ball and whether I was out or not. I had to go by the majority verdict. We often played matches against teams made up of boys living in the neighboring building, and there was tremendous interest in the trophies, as we called them. The trophies were small white metal cups for which we all contributed and brought for as little as 150. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? അപ്പോൾ ബാറ്റ് ചെയ്യുമ്പോഴൊക്കെ അവരൊരു മുൻകൂട്ടി തന്നെ, അപ്പോൾ ഈ തോറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്റും ബോളും എടുത്ത് പിണങ്ങി പോകുക എന്നുള്ളൊരു ക്യാരക്ടറായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കളിയിൽ മുൻകൂട്ടി തന്നെ ഒരു തീരുമാനം എടുക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് കുട്ടി സുനിൽ ഗവാസ്കർ പുറത്തായാലും ഇല്ലെങ്കിലും അറിയില്ലല്ലോ പുറത്താവോ ഇല്ലയോ എന്നുള്ളതൊന്നും. അപ്പോൾ അതുകൊണ്ട് അവരൊരു എക്സ്ട്രാ ബോളും കൂടെ കൈവശം വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ചിലപ്പോഴൊക്കെ അടുത്തുള്ള ബിൽഡിങ്ങിലെ കുട്ടികളുമായിട്ട് ഒരു ടീമായിട്ട് കളിക്കുകയും വിജയിക്കുന്ന ടീമിന് ട്രോഫി നൽകുകയും ചെയ്യുമായിരുന്നു എന്ന് പറയുന്നു. ഈ ട്രോഫി വളരെ ചെറിയ വൈറ്റ് മെറ്റൽസിൻ്റെ കപ്പായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 1.50 താഴെയായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് തറവായിട്ട് വായിക്കുക. അപ്പോൾ NIOS പാസ്സാവുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ ടെക്സ്റ്റ് വായിക്കുക, എന്നിട്ട് ഓരോ പാരഗ്രാഫിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് ആ പാരഗ്രാഫിൽ തന്നെ ടിക്ക് ചെയ്ത് നിങ്ങൾ പഠിക്കുക കേട്ടോ. ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ പഠിക്കുക, അതേപോലെ തന്നെ ജയിക്കുകയും ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് പാരഗ്രാഫിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻ, ഇതൊക്കെ റിപ്പീറ്റഡായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതെന്താണ്? വാട്ട് ഡിഡ് ദ ഓതർ വാണ്ട്? ദ ഓതർ വാണ്ടഡ് ടു ബിക്കം എ ബാറ്റ്സ്മാൻ. എന്താണ് കുട്ടി ആഗ്രഹിച്ചിരുന്നത്? ഒരു ബാറ്റ്സ്മാൻ ആവാനാണ് ആഗ്രഹിച്ചിരുന്നത്. വൈ ഡിഡ് ദ ബോയ്സ് കേഴ്സ് ആൻഡ് കോൾ നെയിംസ് ടു ദ ഓതർ? അപ്പോൾ മറ്റു കുട്ടികൾ എന്തിനാണ് സുനിൽ ഗവാസ്കറിനെ ശപിക്കുകയും മറ്റു പേരുകൾ വിളിക്കുകയും ചെയ്തിരുന്നതെന്നാണ് ചോദിക്കുന്നത്.
The author fought with the boys on losing his wicket and taking his bat and ball to the home. Due to this habit, the boys cursed and called named to the author. അപ്പോൾ അദ്ദേഹത്തിനുള്ളൊരു ഹാബിറ്റ് എന്ന് പറഞ്ഞത് എന്താണ്? തോറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്റും ബോളും എടുത്തിട്ട് വീട്ടിൽ പോകും. അപ്പോൾ അങ്ങനെ വീട്ടിൽ പോകുമ്പോൾ മറ്റു കുട്ടികൾ എന്ത് ചെയ്യും? സുനിൽ ഗവാസ്കറിനെ ശപിക്കുകയും മറ്റു പേരുകൾ വിളിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഹൂ വെയർ ദർ ഇൻ ദ ടീം ഓഫ് ഗവാസ്കർ? ആരൊക്കെയായിരുന്നു സുനിൽ ഗവാസ്കറിൻ്റെ കുട്ടിക്കാലത്തെ ടീമിലുണ്ടായിരുന്നു? ആരൊക്കെയായിരുന്നു? ദ ടീം വാസ് മെയ്ഡ് അപ്പ് ഓഫ് അംബായി ബ്രദേഴ്സ്, മൻഡേർക്കർ ബ്രദേഴ്സ് ആൻഡ് മെനി അതർ നൈബറിങ് ബോയ്സ്. അപ്പോൾ ടീമിലുണ്ടായിരുന്ന ആളുകൾ അവരൊക്കെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് പഠിക്കുക. അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.